യൂറോപ്പുമായുള്ള വിദ്യാഭ്യാസ ബന്ധം ശക്തിപ്പെടുത്താൻ ഫ്രാൻസ് ലക്ഷ്യമിടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 2030 30,000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഫ്രാൻസിലേക്ക് സ്വീകരിക്കാനാണ് പദ്ധതി. നിലവിൽ 2023-24 അധ്യയന വർഷത്തിൽ 8,000 വിദ്യാർത്ഥികളാണ് ഫ്രാൻസിൽ പഠിക്കുന്നത്. ഇത് വലിയൊരു വർധനവാണ്. ഫ്രഞ്ച് സ്ഥാനപതി തിയറി മാദോ ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി ആളുകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഫ്രാൻസ് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 35 ഫ്രഞ്ച് യൂണിവേഴ്സിറ്റികളിൽ ഒരു വർഷത്തെ ക്ലാസസ് ഇൻ്റർനാഷണൽസ് എന്ന പ്രോഗ്രാം ഇതിൽ പ്രധാനമാണ്. ഇത് ഹൈസ്കൂൾ കഴിഞ്ഞ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ പ്രോഗ്രാമിൽ ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്നതിനോടൊപ്പം അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഈ രീതി ഇന്ത്യക്ക് മാത്രമുള്ളതാണെന്നും മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇത് ലഭ്യമല്ലെന്നും അധികൃതർ പറയുന്നു. ഒരു വർഷം കഴിയുമ്പോൾ ഭാഷ ഒരു പ്രശ്നമാകില്ല എന്നാണ് TOIയോട് അദ്ദേഹം പറഞ്ഞത്. പല ഫ്രഞ്ച് ബിസിനസ് സ്കൂളുകളും ഇംഗ്ലീഷിൽ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. എണ്ണം കൂട്ടാനല്ല, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനാണ് ഫ്രാൻസ് ശ്രമിക്കുന്നതെന്ന് ഫ്രഞ്ച് സർക്കാർ പറയുന്നു. ഞങ്ങൾക്ക് മികച്ച വിദ്യാർത്ഥികളെയാണ് വേണ്ടത്. അവർ പഠിച്ച ശേഷം ഇന്ത്യയിലേക്ക് തിരികെ വരണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളുടെ ഈ യാത്രയെ തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത്. പഠനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ നല്ല ജോലി സാധ്യതകളുണ്ട്. കാരണം ഫ്രാൻസിൻ്റെ ഏകദേശം 800 കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ 5 ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് ജോലി ലഭിക്കുന്നു. വിസ നടപടികൾ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽസിനുമുള്ള ഷെങ്കൻ വിസ ആപ്ലിക്കേഷനുകൾ ഫ്രാൻസ് എംബസികളിൽ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ പ്രോസസ്സ് ചെയ്യാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഷെങ്കൻ നിയമങ്ങൾ ഫ്രാൻസിന് ബാധകമാണെങ്കിലും ഇന്ത്യക്കാർക്ക് എളുപ്പത്തിൽ വിസ കിട്ടാനും നല്ല അനുഭവം ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഷെങ്കൻ വിസ ഉപയോഗിച്ച് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യാം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യമായി ഫ്രാൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തായി ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോകുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സാധാരണയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു വിദ്യാർത്ഥികളുടെ ഇഷ്ട സ്ഥലങ്ങൾ. എന്നാൽ ഇപ്പോൾ യൂറോപ്പും പ്രത്യേകിച്ച് ഫ്രാൻസും കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഫ്രാൻസിലെ മികച്ച വിദ്യാഭ്യാസം, കുറഞ്ഞ ചിലവ്, നല്ല ജോലിക്കായുള്ള സാധ്യത, വിസ കിട്ടാനുള്ള എളുപ്പം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. ഫ്രാൻസിലെ വിദ്യാഭ്യാസം താരതമ്യേന ചിലവ് കുറഞ്ഞതാണ്. യൂറോപ്യൻ യൂണിയനിലെയും ഇതര രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. കൂടാതെ ഫ്രാൻസ് എല്ലാ വർഷവും 15 കോടി രൂപയുടെ സ്കോളർഷിപ്പുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ചാപ്പക്, FL എക്സലൻസ് തുടങ്ങിയ സ്കോളർഷിപ്പുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നു. ഓരോ നഗരത്തിലും ജീവിക്കാനുള്ള ചെലവ് വ്യത്യാസപ്പെട്ടിരിക്കും. പാരീസിൽ ഒരു മാസം ഏകദേശം 1723 യൂറോയാണ് ചെലവ്. എന്നാൽ ലിയോൺ പോലുള്ള നഗരങ്ങളിൽ ഏകദേശം 1130 യൂറോയ്ക്ക് ജീവിക്കാം. താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഹോസ്റ്റൽ മുറികൾക്ക് 200 മുതൽ 400 യൂറോ വരെയും, ഷെയർ ചെയ്ത് താമസിക്കുന്ന വീടുകൾക്ക് 500 മുതൽ 1028 യൂറോ വരെയും, ഒറ്റയ്ക്കുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്ക് 700 മുതൽ 1800 യൂറോ വരെയും വാടക നൽകേണ്ടി വരും. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഫ്രാൻസ് വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് സ്ഥാപനങ്ങളിൽ നിന്ന് മാസ്റ്റർ ബിരുദം നേടിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 26 യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന 5 വർഷത്തെ ഷെങ്കൻ വിസ ലഭിക്കും. EU ഇതര വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയും ഫ്രാൻസ് നൽകുന്നുണ്ട്. ഇതൊരു വർഷത്തേക്ക് ലഭിക്കുകയും പിന്നീട് പുതുക്കുകയും ചെയ്യാം. ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവിടെ ജോലി ചെയ്ത് പരിചയം നേടാൻ സഹായിക്കും. ഫ്രഞ്ച് സർവകലാശാലകൾക്ക് മികച്ച പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. ബിസിനസ്, ടെക്നോളജി, ഫാഷൻ തുടങ്ങിയ പ്രധാന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് നല്ല ജോലി സാധ്യതകളുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫ്രാൻസിൽ മികച്ച ശമ്പളവും ജോലിയും ലഭിക്കുന്നുണ്ടെന്ന് പല ഇന്ത്യൻ വിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നു. ചുരുക്കത്തിൽ ഫ്രാൻസ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും വളരാനും ഏറ്റവും മികച്ച സ്ഥലമാണ്. മികച്ച വിദ്യാഭ്യാസം, കുറഞ്ഞ ചെലവ്, നല്ല തൊഴിൽ സാധ്യതകൾ, മനോഹരമായ കാഴ്ചകൾ എന്നിവയെല്ലാം ഫ്രാൻസിനെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട രാജ്യമാക്കി മാറ്റുന്നു.